ഹായ് എവരിവൺ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുതിയൊരു ഫണ്ടഡ് ഫേമിനെ പറ്റിയാണ്. അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടഡ് ഫേമാണ്. ഫണ്ടഡ് ഹൈവ് എന്നാണ് ഈ ഒരു ഫേമിന്റെ പേര്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയി നോക്കിയാൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും. തൈ കാണുന്നതാണ് അവരുടെ ഇന്റർഫേസ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ബാക്കിയുള്ള അക്കൗണ്ടുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ അക്കൗണ്ടിന് കുറച്ച് സ്പെഷ്യാലിറ്റികൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. അതായത് UAE ആസ്ഥാനമാക്കി 2025 ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വളരെ കുറച്ച് ടൈം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാക്ക് റെക്കോർഡൊക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇവരുടെ പ്ലാൻസ് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഫേമുകളെ അപേക്ഷിച്ച് ഇവരുടെ പ്ലാൻസ് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണ്. ഓക്കെ, അതിന്റെ പ്രത്യേകത ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് Web3 ബേസ് ചെയ്തിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഡെപ്പോസിറ്റും വിഡ്രോവലും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കും. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ ഇവരുടെ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് വിഡ്രോവൽ പേ ഔട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഡെപ്പോസിറ്റും വിഡ്രോവലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെറ്റാമാസ്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അതൊരു സ്പെഷ്യാലിറ്റിയാണ്. ഇനി ഇവരുടെ പ്ലാനിലോട്ട് നോക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പ്ലാൻ അല്ല, അവർക്ക് ഏകദേശം ഒരു 3 പ്ലാൻ തന്നെ. അതിൽ തന്നെ കുറേ വ്യത്യാസമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. നോർമലി നമ്മളിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് നമുക്ക് ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യാം. ഈ 2 സ്റ്റെപ്പിൽ തന്നെ 3 ഫോർമാറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്: ന്യൂബി, വർക്കർ ബി, ക്യൂൻ ബി. ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂബി എന്ന് പറഞ്ഞ പ്ലാൻ നോർമലി ഈ പറയുന്ന പ്രോഫിറ്റ് വിഡ്രോവൽ അല്ലെങ്കിൽ ടാർഗറ്റ് ഒക്കെ നോർമലി 8%, 6%, 5 അല്ല. ഫേസ് 1 8%, ഫേസ് 2 6%. ഓക്കെ, ഇവിടുത്തെ മാക്സിമം ഡെയിലി ലോസ് 5% ആണ്. ഇനി ഇവിടെ വ്യത്യാസം വരുന്നത്, ബാക്കിയുള്ളതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നതെന്ന് പറയുന്നത്, ഡെയിലി ലോസ് 5. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് സ്പ്ലിറ്റ്, ഓക്കെ, അത് 70% മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമ്മൾ നോർമലി ഉള്ള ഫേമുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് 80-90 ഒക്കെ ഉള്ള സമയത്ത് ഇവിടെ ന്യൂബിക്കകത്ത് 70% മാത്രമേ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഉള്ളൂ. കൺസിസ്റ്റൻസി റൂൾ ഇല്ല. ഓക്കെ, പിന്നെ ഇവിടെ റീഫണ്ടബിൾ ചലഞ്ച് ഫീ എന്ന് പറയുന്നത്, നിങ്ങളിത് പാസ്സാക്കിയാൽ, അക്കൗണ്ട് ഫേസ് 1 ഫേസ് 2 ഒക്കെ പാസ്സാക്കിയാൽ നിങ്ങൾ കൊടുക്കുന്ന പേയ്മെൻ്റ് ഉണ്ട്, ആ പേയ്മെൻറ്റിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ടുള്ള അവരുടെ കോയിൻ, ഹൈ കോയിൻ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ മെറ്റാമാസ്കിലോട്ട്, നമ്മുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ പ്രത്യേകത ലിവറേജ് ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 1:50 മാത്രമേ ലിവറേജ് ഉള്ളൂ. ഓക്കെ, ഇവിടെ ഡെയിലി ലോസ് ലിമിറ്റ് 5% ഉണ്ട്. പക്ഷേ 1:50 മാത്രമേ എന്തുള്ളൂ, ലിവറേജ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ട്രേഡിൽ യൂസ് ചെയ്യേണ്ട പെർസെൻറ്റേജ്, അതായത് മിനിമം റിസ്ക് എന്നൊക്കെ പറയുന്നത് കൂടുതലായിരിക്കും. അതായത് 1% മുകളിലൊക്കെ എന്ത് ചെയ്യും, റിസ്ക് എടുക്കേണ്ടി വരും. 2K അക്കൗണ്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5K അല്ല, 2K തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2Kക്ക് $15 ഇവിടെ ചലഞ്ച് ഫീ പറയുന്നത്. 5K വരുന്ന സമയത്ത് 29 ആണ്. ഓക്കെ, ന്യൂബിക്ക്. വർക്കർ ബിയിലോട്ട് വരുന്ന സമയത്ത് മാറ്റമുണ്ട്. ഇവിടുത്തെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, ഡെയിലി ലോസ് 4 ആണ്. നമ്മൾ ന്യൂബിയിൽ 5 ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ ഡെയിലി ലോസ് 4% മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് സ്പ്ലിറ്റ് 80% ഉണ്ട്. ഓക്കെ, ലിവറേജ് ഒന്ന് കൂടിയിട്ടുണ്ട്, 100 ആയി. 1:100 നമുക്ക് എന്ത് ചെയ്യും, ലിവറേജ് കിട്ടും. ഇവിടെ പേയ്മെൻറ്റ് 2Kക്ക് $19, 5Kക്ക് 39 ആണ് വരുന്നത്. അടുത്തതാണ് ക്യൂൻ ബി എന്ന് പറയുന്നത്. ഇവിടെ ഡെയിലി ലോസ് 3% ഉള്ളൂ. ഓക്കെ, ഒരു ദിവസം 3% മാത്രമേ ലോസ് വരുത്താൻ പാടുള്ളൂ. ലിവറേജ് കൂടിയിട്ടുണ്ട്, 1:200 വരെ ലിവറേജ് ഉണ്ട്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് 90% ആണ്. നിങ്ങൾ പാസ്സാക്കി പ്രോഫിറ്റ് മേക്ക് ചെയ്താൽ 90% പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പേയ്മെൻറ്റ് കുറച്ച് കൂടുതലാണ്. ചലഞ്ച് പർച്ചേസ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് 5Kക്ക് ഏകദേശം 49 വരുന്നുണ്ട്, 2K 29. ഓക്കെ, 2Kക്ക് തന്നെ 29 വരുന്നുണ്ട്. ഇതാണ് ഈ 3 തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്ത അക്കൗണ്ടാണ് ഇൻസ്റ്റൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫേസ് ഇല്ലാതെ തന്നെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പേയ്മെൻറ്റ് നോക്കിയാൽ കുറച്ച് വലുതാണ്. 10K അക്കൗണ്ട്, 5K അക്കൗണ്ട് ഇല്ല. 10K അക്കൗണ്ടിന് ഏകദേശം 299 ആണ് പർച്ചേസിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല. ഇൻസ്റ്റൻറ്റ് അക്കൗണ്ടിൽ ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല. മാക്സിമം ലോസ് 6% ആണ്. ഓക്കെ, മാക്സിമം ലോസ് 6% ആണ്. അടുത്തത്, ഒരു ട്രേഡിൽ 2% ലോസ് വരാനേ പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല. ഓക്കെ, ഒരു ട്രേഡിൽ 2% ലോസ് മാത്രമേ വരാൻ പാടുള്ളൂ. പിന്നീട് നമുക്കിത് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെവൽ 1 നിങ്ങൾ 10K അക്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തു, നിങ്ങൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6% ആണ്. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6% പ്രോഫിറ്റ് മേക്ക് ചെയ്താൽ ആ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ ഹൈക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏകദേശം
$1,00,000 അക്കൗണ്ട് വരെ എന്ത് ചെയ്യാം, ഹൈക്ക് ചെയ്യാം. അത്രയും ടൈം നമ്മൾ പേയ്മെന്റ് കൊടുക്കുക തന്നെ വേണം. നമ്മുടെ പ്രോഫിറ്റ് ചെയ്താണ് പേയ്മെന്റ് കൊടുക്കുന്നത്. എന്നാൽ ഇത് ക്രോസ് ചെയ്താൽ പിന്നീട് നമുക്ക് പേയ്മെന്റ് കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാം, ഹൈക്ക് ചെയ്ത് കൊണ്ടുപോകും, സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇതിലെല്ലാം ഇൻസ്റ്റന്റ് വിഡ്രോവലാണ് കേട്ടോ. ഈ പറഞ്ഞ അക്കൗണ്ടുകളെല്ലാം ഇൻസ്റ്റന്റ് വിഡ്രോവലാണ്. നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് മേക്ക് ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ എടുക്കാൻ പറ്റും. അവിടെ വേറെ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കിയുള്ള അക്കൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള വെരിഫിക്കേഷൻസ് കാണും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാം. ഇനി അടുത്തൊരു പ്രത്യേകത, ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അട്രാക്ട് ആവുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പേ ഫ്രം പ്രോഫിറ്റ്. അതായത് നിങ്ങളൊരു നോർമലി ഉള്ള ഫേമിൽ ചെന്ന് ഒരു 1 lakhന്റെ ഒരു 100K അക്കൗണ്ട് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് വേണം. ഇന്ത്യൻ റുപ്പി ഏകദേശം 50,000 അടുത്തൊക്കെ വരും. പക്ഷെ ഇവിടെ നമുക്ക് ആദ്യം ചെറിയ എമൗണ്ട് കൊടുത്ത് അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, അവർക്ക് ചലഞ്ച് ഫീ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു 100K അക്കൗണ്ട് ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ $99 മാത്രമേ ആദ്യം ചോദിക്കുന്നുള്ളൂ. ബാക്കി എന്താണ്, നോർമലി $999 ആണ് അവരുടെ ഫണ്ടഡ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം 80,000-85,000 ഇന്ത്യൻ റുപ്പിയുടെ അടുത്ത് വരും. അത് പക്ഷേ $99 പർച്ചേസ് ചെയ്യാം. അക്കൗണ്ട് പാസ്സാക്കി പ്രോഫിറ്റ് മേക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ബാക്കി പേയ്മെന്റ് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ വരുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നും നോക്കി കാണാൻ പറ്റും. ഡെയിലി ലോസ് 5% ആണ്. ഓക്കെ, ഡെയിലി ലോസ് 5% ആണ്. പെർ ട്രേഡിൽ 3% ലോസ് വരാൻ പാടുള്ളൂ. 80% പ്രോഫിറ്റ് സ്പ്ലിറ്റും ഉണ്ട്. ഓക്കെ, ന്യൂസ് ട്രേഡിംഗ് പോസിബിൾ ആണ്. ലിവറേജ്, ഇവിടെ നമ്മളെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലിവറേജ് വളരെ കുറവാണ്. 1:50 മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും 1% മുകളിൽ നമുക്ക് ഓരോ ട്രേഡിലും റിസ്ക് എടുക്കേണ്ടി വരും. കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, വീക്കെൻഡ് ഹോൾഡിംഗ് പോസിബിൾ ആണ്. പക്ഷെ അത് ഫേസ് 1-ലും ഫേസ് 2-ലും മാത്രം പോസിബിൾ ആണ്. ഫണ്ടഡ് ആയിക്കഴിഞ്ഞാൽ, പാസ് ആയി കഴിഞ്ഞാൽ അവിടെ പോസിബിൾ അല്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈ കോയിൻ നിങ്ങൾക്ക് 200% എന്ത് ചെയ്യും, അവരുടെ കോയിൻ കിട്ടും. അപ്പം ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ട് ഇത്ര അട്രാക്ഷൻ ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ലിവറേജ് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റവുമായിട്ട് അത് മാച്ച് ആവുമോ, ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ മാച്ച് ആവുമോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഹൈ റിസ്കിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്പം ഇത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. വളരെ സ്മൂത്തായിട്ട് വളരെ റിസ്ക് കുറച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടുകൾ പർച്ചേസ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് പോസിബിൾ ആവുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങളുടേതായ ഒരു വെരിഫിക്കേഷൻ എന്തായാലും വേണം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നാൽ അവരുടെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഏത് ഫണ്ടഡ് ചലഞ്ച് ആണെന്നുണ്ടെങ്കിലും 2 സ്റ്റെപ്പ് ആണെങ്കിൽ പോലും എല്ലാത്തിൻ്റെ എന്ത് ചെയ്യാം, PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക.